അമേരിക്കൻ തീരുവ മാത്രമല്ല അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, ഷിപ്പിംഗ് കണ്ടെയ്നറുകളുടെ അഭാവം തുടങ്ങിയവ കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് വ്യവസായികൾ പറയുകയാണ്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബോർഡ് ഓഫ് ട്രേഡ് യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അമേരിക്ക ചതിച്ചാശാനെ എന്ന് പറഞ്ഞാണ് കയറ്റുമതി അതിന് പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്നത്. പക്ഷേ അമേരിക്ക മാത്രമല്ല, നമ്മുടെ ആഭ്യന്തരമായ ചില കാര്യങ്ങളിൽ കൂടി ചില മാറ്റം വരണം. അസംസ്കൃത വസ്തുക്കളുടെ അതിന്റെ വില, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ സർക്കാരിന്റെ കൂടെ ഒരു സഹകരണത്തോടു കൂടി കൂടുതൽ ഈ കയറ്റുമതി വ്യവസായികൾക്ക് ഒരുക്കി കൊടുക്കണമെന്നൊരു ആവശ്യമല്ലേ മന്ത്രിയോട് അവർ ഉന്നയിച്ചിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. US ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ 50% അധിക തീരുവ അത് ഇന്ത്യൻ കയറ്റുമതി മേഖലയെ ബാധിച്ചിട്ടുണ്ട്. അത് സർക്കാർ ഉൾപ്പെടെ അക്കാര്യം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരുന്നുമുണ്ട്. തുടർന്ന് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അത് കയറ്റുമതിയെ ഗുരുതരമായി തന്നെ ബാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് തീരുവയിൽ ഉൾപ്പെടുത്താത്ത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ തുടർന്ന് നവംബറിൽ ഇന്ത്യക്ക് അത് മറികടക്കാൻ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ വിലയിരുത്തുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ ഇന്ത്യയിൽ ഈ US കയറ്റുമതി തീരുവ ഉണ്ടാക്കിയ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ചേർന്ന ബോർഡ് ഓഫ് ട്രേഡ് യോഗത്തിൽ നവംബർ 25-നായിരുന്നു ആ യോഗം. കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്നത്. ഈ യോഗത്തിലാണ് US-ന്റെ തീരുവയ്ക്കപ്പുറം ആഭ്യന്തരമായ ചില ഗുരുതരമായ വിഷയങ്ങൾ ഉൾപ്പെടെ വ്യവസായികൾ, കയറ്റുമതിക്കാർ ഈ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് ആഭ്യന്തരമായി വ്യവസായത്തിനെയും കയറ്റുമതിയെയും ബാധിക്കുന്ന ഒരു കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, പരിശോധനാ സൗകര്യങ്ങളുടെ ലഭ്യത കുറവ് വലിയ ഗൗരവമുള്ള ഒരു വിഷയമായി നിരവധി പേർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പല സംസ്ഥാനങ്ങളിലും ഈ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി പരിശോധന നടത്തേണ്ടതുണ്ട്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും അവ പരിശോധിക്കാൻ ആവശ്യമായ ലാബുകൾ പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. രാജസ്ഥാൻ അത്തരത്തിൽ ഒരു സംസ്ഥാനമാണ്. പരിശോധന നടത്തണമെങ്കിൽ ഗുജറാത്തിൽ പോകേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ് പരിശോധന നടത്തണമെങ്കിൽ ഉത്തർപ്രദേശിൽ പോകേണ്ട സാഹചര്യമുണ്ട് ഈ ലാബുകളുടെ സൗകര്യത്തിനായി എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കണ്ടെയ്നറുകളുടെ അഭാവവും ഇത്തരത്തിൽ കയറ്റുമതിയെ ബാധിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത്. അത് അസമിൽ നിന്നുള്ള ചായ വ്യവസായികളാണ് ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകൾ പോലും അപര്യാപ്തത നേരിടുന്നുണ്ട് എന്നും ഇവ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുമുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ആശങ്കകൾ വ്യവസായികൾ ഉന്നയിച്ചതായി സർക്കാർ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.